ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ASP.NET കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ASP.NET എന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ്. ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ഡൈനാമിക് വെബ് പേജസ്, ആപ്ലിക്കേഷൻസ്, സർവീസസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ASP.NET യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് സപ്പോർട്ട്സ് ലാംഗ്വേജസ് ലൈക്ക് C#, അതുപോലെ തന്നെ VB.NET. സെർവർ സൈഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ ഇറ്റ് സപ്പോർട്ട്സ് ബോത്ത് വെബ് ഫോംസ് ആസ് വെൽ ആസ് MVC. MVC എന്ന് പറയുമ്പോൾ മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചർ. ഓക്കെ, നൗ ബേസിക്സ് നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് പറഞ്ഞത്. നൗ ലെറ്റ്സ് ചെക്ക് ഫ്യൂ സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, കേരള PSCയുടെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ASP.NET ഈസ് മെയിൻലി യൂസ് ടു ബിൽഡ് വിൻഡോസ് ആപ്സ് ആണോ? അല്ല. മൊബൈൽ ആപ്സ്? അല്ല. സ്റ്റാറ്റിക് സൈറ്റ്സ്? അല്ല. ഡൈനാമിക് വെബ് ആപ്സ്? എക്സാക്ട്ലി. സോ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ASP.NET ഈസ് എക്സിക്യൂട്ടഡ് ഓൺ ദ ബ്രൗസർ? നോ. ക്ലൈന്റ് ഡിവൈസ്? നോ. സെർവർ? എക്സാക്ട്ലി. ഡേറ്റാബേസ് ആണോ? അല്ല. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, സെർവർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫയൽ എക്സ്റ്റൻഷൻ ഈസ് യൂസ്ഡ് ഫോർ ASP.NET വെബ് ഫോംസ്? ASP.NET വെബ് ഫോംസ് സേവ് ചെയ്യുന്ന .ASPX എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലാണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് ആക്ച്വലി നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ ഈസിലി മനസ്സിലാക്കാം. .HTML അല്ല, HTML ഫയൽസ് ആണ് അങ്ങനെ സേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. .JSP അല്ല, .CSHTML അല്ല. ഇതിൽ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് .ASPX തന്നെയാണ്. സോ വി ക്യാൻ സീ ദാറ്റ് .ASPX എക്സ്റ്റൻഷൻ ഈസ് യൂസ്ഡ് ഫോർ ASP.NET വെബ് ഫോംസ്. CSHTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C#HTML ഫയൽസ് ആണ്. ASP.NET യൂസ് ചെയ്യുന്ന C#HTML ഫയൽസ് ആണ് നമ്മൾ .CSHTML ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ത്രൂ ഫ്യൂ കീ കോൺസെപ്റ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രെയിംവർക്ക്. ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ബിൽറ്റ് ഓൺ .NET. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഈ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ദിസ് സപ്പോർട്ട്സ് വെബ് ഫോംസ് ആൻഡ് MVC. അതുപോലെ തന്നെ വെബ് APIസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതൊക്കെയാ പറഞ്ഞ? വെബ് ഫോംസ്, MVC ആൻഡ് വെബ് APIs. ദെൻ പേജ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ തന്നെ പറഞ്ഞതേ ഉള്ളൂ, .ASPX ഫോർ വെബ് ഫോംസ്. വെബ് ഫോംസിന്റെ കേസിലാണ് .ASPX കേട്ടോ. Then languages supported, that also we also discussed, C# അതുപോലെ തന്നെ VB.NET. Then next feature, languages is third one, and the fourth one is code behind. Code behind architecture എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് യൂസർ ഇന്റർഫേസിനെ സെർവർ സൈഡ് ലോജിക്കിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും. ഏത്? ഈ കോഡ് ബിഹൈൻഡ് ആർക്കിടെക്ചർ. അത് ASP.NET-നകത്തുള്ളതാണ്. യൂസർ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ HTML കൺട്രോളും അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് സെർവർ സൈഡ് ലോജിക് എന്ന് പറയുമ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിനും അതുപോലെ ഇവന്റ് ഹാൻഡ്ലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് സെർവർ സൈഡ് ലോജിക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഈ പ്രസന്റേഷൻ കോഡ് ഉണ്ടല്ലോ, വിച്ച് ഈസ് ഇൻ HTML. അതിനെ നമ്മൾ .ASPX ഫയലിലോട്ട് എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് കോഡ് ബിഹൈൻഡ് ലോജിക് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ക്ലാസ് ഫയൽ ആക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ സെപ്പറേറ്റ് ക്ലാസ് ഫയൽ എന്ന് പറയുന്നത് .ASPX.CS ആയിരിക്കും, ഇൻ കേസ് വി ആർ യൂസിങ് C# ആസ് എ ലാംഗ്വേജ്. ഓക്കെ, ഈ സെപ്പറേഷൻ വഴി നമുക്ക് കോഡ് ഓർഗനൈസേഷൻ എൻഹാൻസ് ചെയ്യാം, മെയിൻറ്റൈനബിലിറ്റി എൻഹാൻസ് ചെയ്യാം, റീയൂസബിലിറ്റി എൻഹാൻസ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അതായത് നമുക്കൊരു .ASPX ഫയൽ ഉണ്ടായിരിക്കും, അതിനകത്ത് യൂസർ ഇന്റർഫേസ് എലമെന്റ്സ് കാണും, HTML അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓൾസോ ASP.NET സെർവർ കൺട്രോളും ഈ ASPX ഫയലിനകത്ത് തന്നെയായിരിക്കും പ്രസന്റ് ആയിരിക്കുന്നത്. Then in case we are using C# as a language, അങ്ങനെയാണെങ്കിൽ ASPX.CS
ഇൻ കേസ് വി ബി ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാലേ ASPX.VB എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും ഈ ക്ലാസ് ഫയൽ സേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. കോഡ് ബിഹൈൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ഇതിനകത്തായിരിക്കും, ഈ ഒരു ഫയലിനകത്ത്. ഈതർ ഇൻ C# ആണെങ്കിൽ ASPX.CS അല്ലെങ്കിൽ .ASPX.VB എന്ന് പറയുന്ന ഫയലിനകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് ഈവൻറ്റ്സ്, പ്രോസസിംഗ് ഡേറ്റ, ഇന്ററാക്ടിംഗ് വിത്ത് ദ യൂസർ ഇന്റർഫേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കമ്പൈൽഡ് ടു DLLs ആയിരിക്കും. DLL stands for Dynamic Link Libraries. ASP.NETലെ വെബ് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യും? They will be compiled into DLLs. അതായത് DLLs, S എന്നില്ല കേട്ടോ, DLLs. ഓക്കെ, ഡൈനാമിക് ലിങ്ക് ലൈബ്രറീസ് എന്നുള്ളതാണ്. DLLs ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഈ കമ്പൈൽഡ് കോഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അലോങ് വിത്ത് ASPX ഫയൽസ് ഈ DLLs എന്ത് ചെയ്യുവെച്ചാല് വെബ് സെർവറിലോട്ട് ഡിപ്ലോയ് ചെയ്യും. ഫസ്റ്റ് എക്സിക്യൂഷൻ നടക്കുമ്പോൾ .NET എന്ത് ചെയ്യും? ഇതിനകത്തെ കണ്ടന്റിന് ഈ കമ്പൈൽഡ് ഫയലിന്, ഈ കമ്പൈൽഡ് കോഡിന് എന്ത് ചെയ്യും? നേറ്റീവ് മെഷീൻ കോഡിലോട്ട് മാറ്റും. ഓക്കെ, സോ ഇതുവഴി ഓൾറെഡി കമ്പൈലേഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. അതുപോലെ ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഫീച്ചർ ഓർത്ത് വെച്ചേക്കണേ, കമ്പൈൽഡ് ആയിരിക്കും എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ സ്റ്റേറ്റ് മാനേജ്മെന്റ്. സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെബ് പേജിന്റെ സ്റ്റേറ്റ് മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ വരികയാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുക, ആ വെബ് പേജിന്റെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ റിക്വസ്റ്റിനെ നമുക്ക് പോസ്റ്റ് ബാക്സ് എന്ന് പറയാവേ. ഇൻ കേസ് ഓഫ് പോസ്റ്റ് ബാക്സ് എന്ത് ചെയ്യണം? നമുക്ക് വെബ് പേജസിന്റെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയാം HTTP എന്ന് പറയുന്നത് ദിസ് ഈസ് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ. HTTP സ്റ്റേറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ ASP.NET എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യണം. സോ ദാറ്റ് എപ്പോഴാണോ റിക്വസ്റ്റുകൾ വരുന്നത്, മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ വരുമ്പോൾ യൂസർ ഡേറ്റ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം ആ പേജിനകത്ത്. അതാണ് സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ സ്റ്റേറ്റ് മാനേജ്മെന്റ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് മെൻഷൻ ചെയ്യുവാണ്. വ്യൂ സ്റ്റേറ്റ്, ഇതിനകത്ത് എങ്ങനെയാ വെച്ചാല് ഡേറ്റ ക്ലയന്റ് സൈഡിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇന്നെ ഹിഡൻ ഫീൽഡ് ഇൻ ദ പേജിനകത്ത് ഒരു ഹിഡൻ ഫീൽഡില് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. സപ്പോസ് സെയിം പേജിലോട്ട് പോസ്റ്റ് ബാക്സ് വരുവാണെങ്കിൽ കൺട്രോൾ വാല്യൂസ് പെർസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പേജിനകത്ത് ഒരു ഹിഡൻ ഫീൽഡിനകത്ത് ഈ പറയുന്ന ഡേറ്റ ക്ലയന്റ് സൈഡിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അത് ക്ലയന്റ് സൈഡ്, അത് ആലോചിച്ച് വെക്കണേ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനാണ് നമ്മൾ ഈ വ്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അനദർ മെത്തേഡ് ഈസ് സെഷൻ. നമുക്ക് അറിയുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? പെർ യൂസർ സെഷൻ നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. അത് എവിടെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക? ആക്ച്വലി സെർവറിനകത്തായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെ? അപ്പൊ യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലൈക്ക് ലോഗിൻ ഡേറ്റ ഒക്കെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ ദർ ആർ കുക്കീസ്. നമ്മൾ വെരി മച്ച് അവെയർ ആണ്. കുക്കീസ് എന്ന് പറയുമ്പോൾ സ്മോൾ ഡേറ്റ സ്റ്റോർഡ് ഓൺ ദ ക്ലയന്റ് ബ്രൗസർ. ഇത് ക്ലയന്റ് സൈഡിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കുക. ക്ലയന്റിന്റെ ബ്രൗസറിനകത്താണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാം? ഡിസ്കിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാം. പെർസിസ്റ്റന്റ് ആവാം, നോൺ പെർസിസ്റ്റന്റ് ആവാം. യൂസർ പ്രിഫറൻസ് റിമെമ്പർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ദർ ആർ ക്വറി സ്ട്രിംഗ്. ക്വറി സ്ട്രിംഗ് ആക്ച്വലി ദിസ് ഇസ് വിസിബിൾ ടു യൂസർ ആൻഡ് ലിമിറ്റഡ് ഇൻ സൈസ് ആയിരിക്കും. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാല് URL വഴി നമ്മൾ എന്ത് ചെയ്യാണ്? കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് ബിറ്റ്വീൻ പേജസ് ഡേറ്റ സെൻഡ് ചെയ്യാണ്, പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡേറ്റ പാസ് ചെയ്യാണ് ഏത് വഴി? URL വഴി, യൂസിങ് കീ വാല്യൂ പെയേഴ്സ്. അതാണ് ക്വറി സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പം
ഇതാണ് സ്റ്റേറ്റ് മാനേജ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് മെത്തേഡ്സ്. ഈ മെത്തേഡ്സിന്റെ നെയിംസും അതിന്റെ പർപ്പസും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കണേ. നൗ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സെർവർ കൺട്രോൾസ്. ASP.NETലെ സെർവർ കൺട്രോൾസ് എന്ന് പറയുന്നത് ദേ ആർ റിച്ച് UI എലമെന്റ്സ് റെൻഡേർഡ് ഓൺ ദ സെർവർ. സെർവറിലാണ് എന്ത് ചെയ്യുന്നത് ഈ UI എലമെന്റ്സ് റെൻഡർ ചെയ്യുന്നത് എങ്കിലും then it has to be sent to the browser. സെർവർ സൈഡിൽ ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. there are several types of server controls like text box. ടെക്സ്റ്റ് ബോക്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസേഴ്സിന് ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ദെൻ ബട്ടൺ ഉണ്ട്. ബട്ടൺ എന്ന് പറയുന്നത് ട്രിഗേഴ്സ് ഇവന്റ്സ് ലൈക്ക് ക്ലിക്ക് ഹാൻഡ്ലേഴ്സ്. ദെൻ ഗ്രിഡ് വ്യൂ, ടാബ്ലാർ ഡേറ്റ എന്ത് ചെയ്യും, ഫീച്ചേഴ്സ് ലൈക്ക് പേജിങ്, സോർട്ടിങ്, എഡിറ്റിങ് അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദെൻ കലണ്ടർ, ഒരു വിഷ്വൽ ഡേറ്റ് സെലക്ഷൻ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ മെനി സെർവർ കൺട്രോൾസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സെർവർ സൈഡിൽ ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിനും യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഈവന്റ് ഡ്രിവൺ മോഡൽ. ഈ ASP.NET ഒരു ഈവന്റ് ഡ്രിവൺ മോഡൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദിസ് ഇസ് പ്രെറ്റി മച്ച് സിമിലർ ടു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്. ഇവന്റ്സ് വരുവാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും, സെർവർ ആയിരിക്കും. ഓക്കെ, ഇവന്റ്സ് വരിക എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വെബ് പേജിനകത്ത് യൂസർ ഇന്ററാക്ഷൻസ് നടക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഇവന്റിലും അത് കൈകാര്യം ചെയ്യുന്നത്, ഓരോ ഇവന്റ് ഒക്കർ ചെയ്യുമ്പോഴും അത് കൈകാര്യം ചെയ്യുന്നത് സെർവർ സൈഡിലായിരിക്കും. ലൈക്ക് ബട്ടൺ ക്ലിക്ക്, അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ സെലക്ഷൻ, പേജ് ലോഡ് ചെയ്യുക, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുക, അതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈവന്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡേറ്റ ബൈൻഡിങ്. ASP.NETല് ഡേറ്റ ബൈൻഡിങ് എന്ന് പറയുമ്പോൾ സെർവർ കൺട്രോൾസിനെ ഡേറ്റ സോഴ്സസുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ സോഴ്സസ് എന്ന് പറയുമ്പോൾ അത് ഡേറ്റാബേസസ് ആവാം, കളക്ഷൻസ് ആവാം, XML ആവാം. ഇങ്ങനെ ബൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുകയുള്ളൂ, ഡൈനാമിക് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ ഇന്ററാക്ഷൻ എനേബിൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. There is one-way binding. അതായത് ഡേറ്റ എന്ത് ചെയ്യും, ഒരു സോഴ്സ് നിന്ന് ഫെച്ച് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അതായത് വൺ വേ ബൈൻഡിങ് എന്ന് പറയുമ്പോൾ റീഡ് ഓൺലി ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദർ ഈസ് ടു വേ ബൈൻഡിങ്. ഇതിനകത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡേറ്റ ഫെച്ച് ചെയ്യും, അതുപോലെ തന്നെ ഡേറ്റ സോഴ്സിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. അതാണ് ടു വേ ബൈൻഡിങ്. Okay, so these are the key concepts and features present in ASP.NET. ഈ ഒരു കീ കോൺസെപ്റ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഈ ഒരു ഭാഗത്ത് നിന്നും കേരള PSCയുടെ മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലൈക്ക് ഏത് ഫീച്ചർ ആണ് യൂസർ ഇന്റർഫേസിനെ ബിസിനസ് ലോജിക്കിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്, ASP.NETന്റെ ഏത് ഫീച്ചർ ആണ് യൂസർ ഇന്റർഫേസിനെ ബിസിനസ് ലോജിക്കിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പഠിച്ച കോഡ് ബിഹൈൻഡ് എന്ന് പറയുന്ന ഈ കോഡ് ബിഹൈൻഡ് ആർക്കിടെക്ചർ. ഇതാണ് UI, യൂസർ ഇന്റർഫേസിനെ നമ്മൾ പറഞ്ഞു ASPX എന്ന് പറയുന്ന ഒരു ഫയലും കാണും, ASPX.CS എന്ന് പറയുന്ന ഫയലും. അത് സെപ്പറേറ്റ് ചെയ്യാണ്, ബിസിനസ് ലോജിക്കിനെ യൂസർ ഇന്റർഫേസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ലോജിക് എന്ന് പറയുന്നത് കോഡ് ബിഹൈൻഡ് ആർക്കിടെക്ചർ ആണ്. പിന്നെ നമ്മൾ സെർവർ കൺട്രോൾസ് പറഞ്ഞല്ലോ, നേരത്തെ കണ്ട ഒരു ചോദ്യം, ഒരു ലിസ്റ്റ് ഓഫ് സെർവർ കൺട്രോൾസ് തന്നിട്ട് അതിനകത്ത് നിന്നും വാലിഡ് അല്ലാത്ത ASP.NET വെബ് സെർവർ കൺട്രോള് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനായിരുന്നു. അതിനകത്ത് തന്നിട്ടുണ്ടായിരുന്ന ഓപ്ഷൻസ് എൻ്റെ ഓർമ്മയിൽ ആഡ് റൊട്ടേറ്റർ, ടൈം ഔട്ട്, ഹൈപ്പർ ലിങ്ക്, കലണ്ടർ, ഈ 4 ഓപ്ഷൻസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ASP.NET-നകത്ത് വരുന്ന ഒരു ഇൻവാലിഡ് വെബ് സെർവർ കൺട്രോൾ ടൈം ഔട്ട് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പേജ് റിക്വസ്റ്റിന്റെ ഇടയിൽ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണ് സെഷൻ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സെഷൻ മെയിൻറ്റെയിൻസ് ഡേറ്റ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ പേജ് റിക്വസ്റ്റ്. ഓക്കെ, സോ ജസ്റ്റ് ഓർമ്മയിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് ASP.NET പേജിന്റെ ലൈഫ് സൈക്കിൾ നോക്കാം.
സോ ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രീ ഇനിറ്റ് ആണ്. നേരത്തെ കേരള PSCയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇതിന്റെ ലൈഫ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് നേരത്തെ. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് മാസ്റ്റർ പേജ്, തീംസ് അതൊക്കെ സെറ്റ് ചെയ്യുക, അതുപോലെ പോസ്റ്റ് ബാക്സ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക. അതാണ് നമ്മൾ പ്രീ ഇനിറ്റിൽ ചെയ്യുന്നത്. സെക്കൻഡ് ആണ് നമുക്ക് ഇനിറ്റ് എന്ന് പറയുന്ന ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. എല്ലാ കൺട്രോൾസും നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, സെറ്റ് മാസ്റ്റർ പേജ്, അതുപോലെ തീംസ് സെറ്റ് ചെയ്യണം, ദെൻ ഡിറ്റക്ട് പോസ്റ്റ് ബാക്ക്, അതായത് മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ വരുന്നുണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുക. നെക്സ്റ്റ്, വൺസ് കൺട്രോൾസ് ആർ ഇനീഷ്യലൈസ്ഡ്, ഇനിറ്റ് കംപ്ലീറ്റ് എന്നുള്ള സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്, വിച്ച് മീൻസ് ഇനീഷ്യലൈസേഷൻ ഈസ് കംപ്ലീറ്റ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് പ്രീലോഡ്. പ്രീലോഡ് എന്ന് പറഞ്ഞാൽ വ്യൂ സ്റ്റേറ്റ് ലോഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. വ്യൂ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് മാനേജ്മെന്റ് ഫീച്ചർ ഡിസ്കസ് ചെയ്തപ്പോ എന്ത് ചെയ്യും, ക്ലയന്റ് സൈഡിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യും വിത്തിൻ എ ഹിഡൻ ഫീൽഡ് ഇൻ ദ പേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് പോസ്റ്റ് ബാക്സ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോൾ വാല്യൂസ് പെർസിസ്റ്റ് ചെയ്യണം ഒരു പേജിലെങ്കിൽ ഈ വ്യൂ സ്റ്റേറ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ വ്യൂ സ്റ്റേറ്റ് ലോഡ് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ലോഡ്. ഇവിടെ ഉണ്ട് പ്രീ ഇനിറ്റ്, ഇനിറ്റ്, അത് ഇനിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ പ്രീലോഡ്, ലോഡ്. ഓക്കെ, ലോഡിനകത്ത് പേജ് ഡാറ്റ അപ്പാടെ ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് ബാക്ക് ഈവന്റ് ഹാൻഡ്ലിംഗ്. സിമ്പിൾ ആണ്, മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ വരികയാണെങ്കിൽ അതിനകത്ത് ഓക്കർ ചെയ്യുന്ന ഈവന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രീ റെൻഡർ. പ്രീ റെൻഡറിനകത്ത് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും നമ്മൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേവ് സ്റ്റേറ്റ് കംപ്ലീറ്റ്. പ്രീ റെൻഡറിൽ നമ്മൾ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യും, ബട്ട് ബിഫോർ റെൻഡറിങ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഈ പറയുന്ന സേവ് സ്റ്റേറ്റ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ക്ലീനപ്പും അതുപോലെ തന്നെ ഫൈനൽ ലോജിക്കും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഇവന്റ് ആണ് സേവ് സ്റ്റേറ്റ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എൻ ഈവന്റ് ഇൻ ASP.NET പേജ് ലൈഫ് സൈക്കിൾ. പേജ് എല്ലാ വ്യൂ സ്റ്റേറ്റും സേവ് ചെയ്തതിന് ശേഷം കൺട്രോൾ സ്റ്റേറ്റ് ഇൻഫർമേഷനും ഒക്കെ സേവ് ചെയ്തതിന് ശേഷം റെൻഡറിങ്ങിന് മുൻപാണ് ഇത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് വ്യൂ സ്റ്റേറ്റ് സേവ് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, വ്യൂ സ്റ്റേറ്റ് നമ്മൾ ലോഡ് ചെയ്യുന്ന പ്രീ ലോഡിലാണല്ലോ. ദെൻ പേജ് ലോഡ് ചെയ്തു, പോസ്റ്റ് ബാക്ക് ഈവന്റ് ഹാൻഡ്ലിംഗ് നടത്തി, പ്രീ റെൻഡർ ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഈ വ്യൂ സ്റ്റേറ്റ് എന്ത് ചെയ്തു, സേവ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ലേറ്റർ ഈ വ്യൂ സ്റ്റേറ്റിനകത്ത് നോ ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ്. ഇത് ASP.NET പേജ് ഫ്രെയിംവർക്ക് ഇന്റേണലി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെൻഡർ. ഇതിനകത്ത് എന്താ, HTML ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റെൻഡർ എന്ന് പറയുന്ന ഫേസിനകത്ത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അൺലോഡ് ആണ് ചെയ്യുന്നത്, വേർ ക്ലീനപ്പ് ഈസ് ഡൺ. ഓക്കെ, ഇതാണ് ASP.NET പേജ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് ഗോ ത്രൂ ഫ്യൂ സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഈവന്റ് ഇൻ ദ ASP.NET പേജ് ലൈഫ് സൈക്കിൾ? ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ, പേജ് ലൈഫ് സൈക്കിളിലെ ഫസ്റ്റ് ഈവന്റ് ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്? പ്രീ ഇനിറ്റ് ആണ് ഏറ്റവും ആദ്യം നടക്കുന്നത്. നമ്മൾ കണ്ടു, ലൈഫ് സൈക്കിൾ കണ്ടു. പ്രീ ഇനിറ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ദിസ് ഇവന്റ് ഒക്കേഴ്സ് ആസ് ദ ഫസ്റ്റ് ഈവന്റ് ഇൻ ASP.NET page life cycle. Okay, so here option C is the right answer. Next question നോക്കൂ, in which life cycle stage does the page HTML get generated? ഏതാണ്? റെൻഡറിനകത്തല്ലേ നമ്മൾ HTML ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ റെൻഡറിനകത്താണെന്ന് ഓൾറെഡി പറഞ്ഞു. സോ ദാറ്റ്സ് വൺ. ഇനി നമുക്ക് ASP.NET-നകത്തുള്ള ഡിഫറെന്റ് വെബ് സെർവർ കൺട്രോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ലെറ്റ്സ് ഗോ ത്രൂ ദീസ് വൺസ് അഗൈൻ. ഓക്കെ,
ബട്ടൺ കാണും. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സെർവർ സൈഡ് കോഡ് ട്രിഗർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ലേബൽ എന്ന് പറയുന്ന ഒരു കൺട്രോൾ ഉണ്ട്, ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ടെക്സ്റ്റ് ബോക്സ്, യൂസർ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ കലണ്ടർ നമ്മൾ പറഞ്ഞിരുന്നു, എന്താ, ഡേറ്റ് സെലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾ ആണ്. ആഡ് റൊട്ടേറ്റർ, ആഡ് റൊട്ടേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റൊട്ടേറ്റിംഗ് ആഡ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹൈപ്പർ ലിങ്ക് അനദർ ടൈപ്പ് ഓഫ് കൺട്രോൾ ആണ്, നാവിഗേഷൻ ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത് ടാബുലാർ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Now let's see few sample questions. Which control is used for displaying tabular data? ഓപ്ഷൻ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതാണ് ആൻസർ വരിക? ഗ്രിഡ് വ്യൂ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കേരള PSCയിൽ ഒരു വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. Then next question, which tag attributes binds a control to the server? See, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഏത് ആട്രിബ്യൂട്ട് ആണ് സെർവറിലോട്ട് ഒരു കൺട്രോളിനെ ബൈൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. run at equal to client, bind equal to server, run at equal to server, and finally code behind equal to true. So option C is the right answer here. See, ഇവിടെ run at equal to client എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this makes the control stay on the client side. Client side എന്ന് പറയുമ്പോൾ ബ്രൗസർ, സെർവർ ഇന്ററാക്ഷൻ കാണില്ല ഇതില്. run at equal to client എന്ന് കൊടുത്തു കഴിഞ്ഞാൽ so this is incorrect. Then bind equal to server, ഇത് ഈ bind എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് അല്ല, so that's not the right answer. Then code behind എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ലെറ്റ്സ് ചെക്ക് ഓപ്ഷൻ ഡി ആസ് വെൽ. അതിനകത്ത് എന്താ തന്നിട്ടുള്ളത്, കോഡ് ബിഹൈൻഡ് ഈക്വൽ ടു ട്രൂ. കോഡ് ബിഹൈൻഡ് ആക്ച്വലി ദിസ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ കൺട്രോൾ ബൈൻഡിങ്. ഇത് കോഡ് സെപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ്. സോ ദിസ് ഇസ് ഓൾസോ ഇൻകറക്റ്റ്. റൈറ്റ് ആൻസർ ഈസ് റൺ അറ്റ് ഇസ് ഈക്വൽ ടു സെർവർ. അതായത് ഏതെങ്കിലും ഒരു കൺട്രോളിനെ സെർവർ സൈഡിൽ പ്രോസസ് ചെയ്യാനായിട്ട് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൺ അറ്റ് ഈക്വൽ ടു സെർവർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. റണ്ണറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ സെർവർ ആയിട്ട് സെറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് കോഡ് ബിഹൈൻഡ് ലോജിക്കിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് UI-നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബിസിനസ് ലോജിക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു ASPX ഫയൽ തന്നിട്ടുണ്ട്. സേ ദിസ് ഫയൽസ് നെയിം ഇസ് default.aspx എന്നാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ടാഗ് കോഡിംഗ് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ASP ലേബൽ ID കൊടുത്തിട്ടുണ്ട്. അതിന്റെ റൺ അറ്റ് സെർവർ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു വെൽക്കം എന്ന് കാണിക്കണം. ASP ലേബൽ ക്ലോസ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ ഡിഫോൾട്ട്, എൻ്റെ C# കോഡാണ് കാണിച്ചിരിക്കുന്നത്. ഡിഫോൾട്ട് ASPX.cs എന്ന് പറയുന്ന ഫയലിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്, എൻ്റെ ക്ലാസ് എഴുതിയിരിക്കുകയാണ്. പബ്ലിക് പാർഷ്യൽ ക്ലാസ് ഡിഫോൾട്ട് പേജ്, ദെൻ പ്രൊട്ടക്റ്റഡ് വോയിഡ് പേജ് ലോഡ് ഓഫ് ഒബ്ജക്റ്റ്, അതിന്റെ ഒബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവന്റ് ആർഗ്യുമെന്റ്സും പാസ് ചെയ്തിട്ടുണ്ട്. ലേബൽ മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഹെലോ ഫ്രം കോഡ് ബിഹൈൻഡ്. സി, ഈ ASPX ഫയലിനകത്ത് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, എൻ്റെ UI ഡിസൈൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ASPX.CS-നകത്ത് ഞാൻ എൻ്റെ ലോജിക് ഫയലാണ്. ഇത് ഞാൻ എൻ്റെ UI ഡിസൈനുമായിട്ട് എൻ്റെ കോഡ് ബിഹൈൻഡ് ലോജിക് യൂസ് ചെയ്തിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ UI ഡിസൈനിനകത്ത് ASP ലേബൽ എന്ന് പറയുന്നത് ഒരു വെബ് സെർവർ കൺട്രോൾ ആണ്, ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ID ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൺ അറ്റ് ഈക്വൽ ടു സെർവർ പറഞ്ഞിട്ടുണ്ട്. അതായത് കൺട്രോളിനെ ഞാൻ സെർവറുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെർവർ സൈഡിൽ ആക്സസ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും എനിക്ക് സാധിക്കും. ഡിസ്പ്ലേ ചെയ്യേണ്ട ടെക്സ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ കോഡ് ബിഹൈൻഡ് ഫയൽ കണ്ടു, അതായത് ASPX.CS എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫയല്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ക്ലാസ് ആദ്യം തന്നെ ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ക്ലാസ് സെർവർ സൈഡ് ലോജിക്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിഫോൾട്ട് എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കണ്ടോ.
So this class represents the server-side logic for default.aspx page. ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? This inherits C system dot web dot UI dot page. ഈ പേജ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പ്രോപ്പർട്ടീസ് എല്ലാം. ദെൻ പേജ് ലോഡ് ആണ് നമ്മൾ വിളിച്ചിരിക്കുന്ന ഫംഗ്ഷൻ, ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ. ഈ പേജ് ലോഡ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ലൈഫ് സൈക്കിൾ ഈവന്റ് ആണ്. ഓരോ പ്രാവശ്യവും പേജ് ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ആവും. ഇത് റൺ ആവുന്നുണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇത് റൺ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് ഈ ഫംഗ്ഷനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ലേബൽ മെസ്സേജ് ഈക്വൽ ടു, ഈ ലേബൽ മെസ്സേജ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ UI ഡിസൈനിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള സെർവർ കൺട്രോൾ ഉണ്ടല്ലോ, വിച്ച് ഇസ് ലേബൽ. ആ ലേബലിന്റെ ID ആണ് ഈ ലേബൽ മെസ്സേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഡോട്ട് ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഹലോ ഫ്രം കോഡ് ബിഹൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് കാണിക്കുകയാണ്. അതായത് ലേബൽ കൺട്രോളിലോട്ട് ഈ ഒരു ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാണ് എപ്പോ? പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഈ ASP.NET പേജ് ലോഡ് ചെയ്യുമ്പോൾ ബ്രൗസറിനകത്ത് ഈ ലേബലിനകത്ത് നമ്മൾ കാണുന്നത് ഹലോ ഫ്രം കോഡ് ബിഹൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു കോഡിനെ ബേസ് ചെയ്തിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മാപ്പ് ചെയ്തിട്ടുള്ളത് നോക്കാം. പ്രീവിയസ് ഇയറിൽ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, where is a server-side code written in ASP.NET Web Forms? എവിടെയായിരിക്കും? അതായത് സെർവർ സൈഡ് കോഡ് റിട്ടേൺ ഇൻ ASP.NET വെബ് ഫോംസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ലോജിക് എവിടെയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസർ ഇന്റർഫേസ് ആയിരുന്നെങ്കിൽ നമുക്ക് .aspx ഫയൽ എന്ന് പറയാമായിരുന്നു, വിച്ച് ഇസ് ഓപ്ഷൻ എ. അതല്ല, DLL ഫയൽ അല്ല, അത് കമ്പൈൽ ചെയ്ത് കിട്ടുമ്പം കിട്ടുന്ന ഫയലാണ്. ദെൻ ASPX.cs ഫയൽ, ഇതിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെർവർ സൈഡ് കോഡ് എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഡയറക്റ്റീവ് ഈസ് റിക്വയർഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എൻ ASP.NET പേജ്? ഏത് ഡയറക്റ്റീവ് ആണ് ASP.NET പേജിന്റെ ടോപ്പില് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രോൾ അല്ല, മാസ്റ്റർ അല്ല, ഇമ്പോർട്ട് അല്ല, @പേജ് എന്ന് പറയുന്ന ഈ ഡയറക്റ്റീവ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഈ @കൺട്രോൾ എന്ന് പറയുന്നത് .ascx, അതായത് യൂസർ കൺട്രോൾസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. .ascx എന്നുള്ള പേരിൽ സേവ് ചെയ്യുന്ന ഫയൽസിൽ, ASPX പേജസിലല്ല. മാസ്റ്റർ എന്ന് പറയുന്നത് മാസ്റ്റർ പേജസിൽ, അതായത് .master എന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ട് സേവ് ചെയ്യുന്ന പേജസ് ഉണ്ട്, അതിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. @ഇമ്പോർട്ട്, ഇത് നെയിം സ്പേസസ് ഇമ്പോർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ആവശ്യമില്ല. This is optional. This one is optional, not mandatory. നമ്മൾ എടുത്ത് ചോദിച്ചിട്ടുള്ളത് required എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The correct answer is option D, @page. This is mandatory for every .aspx page. ഈ @page എന്ന് പറയുന്നത് this defines page specific attributes like language, അതുപോലെ code behind file, ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ @പേജ് എന്നുള്ളത് മാൻഡേറ്ററി ആണ് കേട്ടോ. കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും മെറ്റാഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ലാംഗ്വേജ് കൊടുക്കാം, കോഡ് ഫയൽ കൊടുക്കാം, ഇൻഹെറിറ്റ്സ് കൊടുക്കാം. ഓക്കെ, ഈ @പേജ് ഇല്ല എങ്കിൽ റൺ ടൈമില് ASP.NET എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു പേജ് പ്രോപ്പർലി പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് മനസ്സിൽ വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ASP.NET ഡേറ്റാബേസ് കണക്ടിവിറ്റിനെ കുറിച്ചിട്ട് നോക്കാം. ഒരു സാമ്പിൾ കോഡ് തന്നിട്ടുണ്ട്. സോ ഒരു നെയിം സ്പേസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു @ഇമ്പോർട്ട് എന്ന് പറയുന്ന നെയിം സ്പേസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. @import namespace equal to system.data.sql client എന്ന് പറയുന്ന നെയിം സ്പേസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. SQL സെർവറുമായി ചേർന്ന് വർക്ക് ചെയ്യുന്നതിന് വേണ്ട ക്ലാസ്സുകളായിരിക്കും ഇതിനകത്ത് കാണുക, ഈ നെയിം സ്പേസിനകത്ത് കാണുക. system.data.sql ക്ലയന്റിനകത്ത് ലൈക്ക് SQL കണക്ഷൻ എന്ന് പറയുന്നത് included in this and SQL command, yes, this also
included in this only. ഓക്കെ, ഈ ക്ലാസ്സസ് എല്ലാം ഇതിനകത്താണ്, ഈ നെയിം സ്പേസിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ആ നെയിം സ്പേസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. SQL ഡേറ്റ റീഡർ, ഇതും ഇതിനകത്ത് തന്നെ വരുന്ന ക്ലാസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, സ്ക്രിപ്റ്റ് റൺ അറ്റ് സെർവർ എന്ന് കൊടുത്തിരിക്കുകയാണ്. അതായത് സെർവർ സൈഡ് C# കോഡിന്റെ ബിഗിനിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, സ്ക്രിപ്റ്റ് എന്നും പറഞ്ഞിട്ട്. മാർക്സ് ദ ബിഗിനിങ് ഓഫ് സെർവർ സൈഡ് C# കോഡ് വിത്തിൻ .aspx പേജ്. ഇത് .aspx പേജ് ആണ്. ഓക്കെ, റൺ അറ്റ് ഈക്വൽ ടു സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാല് നമ്മൾ ASP.NET എഞ്ചിന്റെ അടുത്ത് പറയാണ് സെർവർ സൈഡിൽ ഈ സ്ക്രിപ്റ്റ് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ആൻഡ് ഇൻസൈഡ് ദിസ് എന്താ ചെയ്തിരിക്കുന്നത്, നമ്മള് ഒരു പ്രൊട്ടക്റ്റഡ് വോയിഡ് പേജ് ലോഡ് എന്ന് പറയുന്ന ഇവന്റ് വരുമ്പോ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പേജ് ലൈഫ് സൈക്കിൾ ഇവന്റ് ആണ് ഈ പേജ് ലോഡ് എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യം പേജ് ലോഡ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് പോസ്റ്റ് ബാഗ്സ് എന്ത് ചെയ്യും, ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ആവും. ഇതിനകത്ത് എന്താ നടക്കുന്നത്, സ്ട്രിങ്, കണക്ഷൻ സ്ട്രിങ് എന്നും പറഞ്ഞിട്ട് ഡേറ്റ സോഴ്സ് ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ്, ഇനീഷ്യൽ കാറ്റലോഗ് ഈക്വൽ ടു MyDB, ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റി ഈക്വൽ ടു ട്രൂ. എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മള് ഒരു കണക്ഷൻ സ്ട്രിങ് അതിന് വാല്യൂസ് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഡേറ്റ സോഴ്സ് ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ്, SQL സെർവർ, അതായത് ലോക്കൽ ഹോസ്റ്റ് മെഷീനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന SQL സെർവറിലോട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡേറ്റ സോഴ്സ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റാബേസ് ആക്സസ് ചെയ്യുന്ന ഡേറ്റാബേസിന്റെ പേര് MyDB ആണ്. അതുപോലെ തന്നെ വിൻഡോസ് ഓതന്റിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റി ഈസ് ഈക്വൽ ടു ട്രൂ എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദെൻ SQL കണക്ഷന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ SQL കണക്ഷൻ ഓഫ് കണക്ഷൻ സ്ട്രിങ് എന്നും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പില് കണക്ഷൻ ഡോട്ട് ഓപ്പൺ പറഞ്ഞു. ദെൻ SQL കമാൻഡ് ഇസ് ഈക്വൽ ടു ന്യൂ SQL കമാൻഡ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിന് എല്ലാം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? കണ്ടന്റ്സ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്തു, ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തു. അതിന്റെ ഔട്ട്പുട്ട് റീഡറിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ട്. ആ റീഡറിന്റെ എനിക്ക് ഗ്രിഡ് വ്യൂ കാണണം. അതുകൊണ്ട് തന്നെ ഗ്രിഡ് വ്യൂ ഡോട്ട് ഡേറ്റ സോഴ്സ് ഈക്വൽ ടു റീഡർ പറഞ്ഞു. ദെൻ ഗ്രിഡ് വ്യൂ ഡോട്ട് ഡേറ്റ ബൈൻഡ് പറഞ്ഞു, അത് ബൈൻഡ് ചെയ്തു. എന്നിട്ട് എനിക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ട്, അതായത് ഗ്രിഡ് വ്യൂവിലോട്ട് ഡേറ്റ റെൻഡർ ചെയ്യാണ് ഡേറ്റ ബൈൻഡ് വഴി ചെയ്യുന്നത്. ദെൻ കണക്ഷൻ ക്ലോസ് ചെയ്തു, അതായത് റിലീസസ് ദ കണക്ഷൻ ടു ദ ഡേറ്റാബേസ് ചെയ്തു. പേജ് ലോഡ് ഇവന്റിൽ എന്ത് സംഭവിക്കും, ഈ കോഡ് എക്സിക്യൂട്ട് ആവും. അന്നേരം എന്ത് സംഭവിക്കും, SQL സെർവർ ഡേറ്റാബേസ് MyDB എന്ന് പറയുന്ന ഡേറ്റാബേസ് അതുമായിട്ട് കണക്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റുഡൻസ് ടേബിളിൽ നിന്നും എല്ലാ റോസും ഫെച്ച് ചെയ്യും. എന്നിട്ട് ഒരു ടാബുല വ്യൂ നമുക്ക് കാണിച്ചു തരും, ഈ ഒരു ടേബിളിന്റെ ടാബുല വ്യൂ കാണിച്ചു തരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കാര്യം കൂടി ചെയ്യണം, നമ്മുടെ ഗ്രിഡ് വ്യൂ കൺട്രോള് നമ്മുടെ ASPX പേജിൽ കൊടുക്കണം. നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കണേ. ഈ കോഡ് കൂടാതെ അതുകൂടെ ചെയ്താലാണ് എനിക്ക് പ്രോപ്പർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. ബേസിക്കലി ഡേറ്റാബേസ് കണക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കിയത്. നൗ ലെറ്റ്സ് ഗോ ത്രൂ ഫ്യൂ സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ആ മെത്തേഡ്സും അതുപോലെ ക്ലാസ്സസും എല്ലാം പ്രോപ്പർ ആയിട്ട് നോക്കി വെക്കണം നമ്മൾ, എങ്കിലേ നമുക്ക് ഈ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ബൈൻഡ് ഡേറ്റ ടു എ ഗ്രിഡ് വ്യൂ? ഗ്രിഡ് വ്യൂവിലോട്ട് ഡേറ്റ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? And the right answer is option D. കണ്ടോ, ഡേറ്റ ബൈൻഡ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. സി ഗ്രിഡ് വ്യൂ 1 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈൻ കണ്ടോ, ഡേറ്റ ബൈൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് D എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, വിച്ച് ഇസ് ഡേറ്റ ബൈൻഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. Now, next question. Which namespace is used for SQL server in ASP.NET? ഏതാണ് നമ്മൾ യൂസ് ചെയ്തത്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്, അതായത് SQL client, system dot data dot SQL client എന്ന് പറയുന്ന നെയിം സ്പേസ് ആണ് നമ്മൾ എന്ത് ചെയ്തത് ഫോർ SQL server in ASP.NET യൂസ് ചെയ്തത്. ഇനി നമുക്ക് ASP.NET-നകത്തുള്ള ഫോം ഹാൻഡ്ലിംഗ് നോക്കാം. സി, നമ്മുടെ ASPX ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ASPX ഫയൽ ആണിത്. അതിനകത്ത് നമ്മൾ സെർവർ കൺട്രോൾസ് ഒരു ടെക്സ്റ്റ് ബോക്സ് വരുന്നുണ്ട്.
ദെൻ ബട്ടൺ വരുന്നുണ്ട്, ലേബൽ വരുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെയായിരിക്കും, ഒരു ടെക്സ്റ്റ് ബോക്സ് കാണും, ദെൻ ഒരു ബട്ടൺ ഉണ്ട്, സബ്മിറ്റ് ബട്ടൺ, ദെൻ ഒരു ലേബൽ ഉണ്ട്. ആ ലേബല് നമുക്ക് ഒന്നും കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല കണ്ടന്റ്. സോ ബട്ടൺ സബ്മിറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞ C# കോഡ് SPX CS കോഡ് ഞാൻ എഴുതിയിരിക്കുകയാണ്. ബട്ടൺ സബ്മിറ്റ് ക്ലിക്ക്, ഈ സബ്മിറ്റ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് എവിടേക്കാണ് പോവേണ്ടത് എന്നുള്ളത് ഈ കൺട്രോളിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് ഇൻവോക്ക് ആവും. ഇതിനകത്ത് എന്ത് ചെയ്യണം, ലേബൽ മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു ലേബലിന്റെ വാല്യൂ ഹലോ, എന്നിട്ട് എന്ത് ചെയ്യണം, txt name dot text, txt name എന്നുള്ള പേരിലാണ് ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സിന്റെ ID കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനിപ്പോ അനു എന്ന പേര് എന്റർ ചെയ്യുകയാണെങ്കിൽ ഇത് സബ്മിറ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് ഹലോ അനു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ പേര് കാണാൻ, ഈ ഒരു ടെക്സ്റ്റ് കാണാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ഞാൻ ഈ ഒരു ഫോം എഴുതിയിരിക്കുന്നത്. ഒരു സാമ്പിൾ കോഡാണ് കേട്ടോ. Now let's check one previous year question. Which method handles a button click event in ASP.NET? ഏത് മെത്തേഡ് ആണ് ബട്ടൺ ക്ലിക്ക് ഇവന്റ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺ ക്ലിക്ക്, ബട്ടൺ സബ്മിറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ കണ്ടത്. അതായത് ഈ ബട്ടൺ സബ്മിറ്റ് ക്ലിക്ക് എന്ന് പറയുന്ന ഈ മെത്തേഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് ഏതാണ് ഓപ്ഷൻ ബി അല്ലേ, ബട്ടൺ സബ്മിറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കാണുമ്പോൾ ഇതല്ലായിരിക്കും ആൻസർ എന്ന് ഒറ്റയടിക്ക് തോന്നുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഓക്കെ, സോ കോഡിങ് നല്ല രീതിയിൽ അറിയുന്നവരാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാട്ടോ. ഞാൻ ആവർത്തിച്ച് പല വീഡിയോസിലായി ഇത് പറയുന്നു, കാരണം എല്ലാവരും ഇതിനകത്ത് എക്സ്പേർട്സ് ആയിക്കൊള്ളണമെന്നില്ല. അതാത് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം. ഇപ്പൊ ജാവയാണെങ്കിൽ ജാവയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം JSP ആയിരിക്കും കുറച്ചും കൂടി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അവർ ASP അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞിട്ട് വെച്ചാൽ അറിയില്ല എങ്കിൽ മിസ്റ്റേക്ക് വരും, നെഗറ്റീവ് അടിക്കും. ഓക്കെ, ഇനി നമുക്ക് ASP.NETലെ സെഷൻ മാനേജ്മെന്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ സെഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ സെർവർ സൈഡ് സ്റ്റോറേജ് മെക്കാനിസം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡ്യൂറിങ് എ സെഷൻ യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെഷൻ യൂസ് ചെയ്യും. സെഷൻ എന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് സ്റ്റോറേജ് മെക്കാനിസം ആണ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ, അതും അക്രോസ് മൾട്ടിപ്പിൾ പേജ് റിക്വസ്റ്റ് സ്റ്റോർ ചെയ്യണമെങ്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹാപ്പൻസ് ഡ്യൂറിങ് എ സെഷൻ. ഓക്കെ, ഓരോ യൂസറും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു യുണീക് സെഷൻ ID ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഓരോ യൂസർക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള സെഷൻ ID കിട്ടും. അതെന്ന് പറയുന്നത് ഒരു സെഷനകത്ത് ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം. നമുക്ക് നോക്കാം, ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ സെഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, സെഷൻ യൂസർ നെയിം യൂസർ നെയിം എന്ന് പറയുന്ന കീയില് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ടെക്സ്റ്റ് നെയിം ഡോട്ട് ടെക്സ്റ്റ് ആയിരിക്കും. ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻപുട്ട് ആയിരിക്കണം ഇത്. അതായത് യൂസറിന്റെ ഇൻപുട്ട് ആണ് യൂസർ നെയിം എന്ന് പറയുന്ന കീയുടെ വാല്യൂ ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സപ്പോസ് ഇപ്പോ ഈ ടെക്സ്റ്റ് നെയിം ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അനു ആണെങ്കിൽ സെഷൻ യൂസർ നെയിം ഈക്വൽ ടു എങ്ങനെ വരും, ആ അനു എന്ന വാല്യൂ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നൗ ആ സെഷൻ വാല്യൂ റിട്രീവ് ചെയ്യുന്ന കോഡ് നോക്കുവോ, സ്ട്രിങ് യൂസർ ഇസ് ഈക്വൽ ടു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് സെഷൻ ഓഫ് യൂസർ നെയിം. ആ കീ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് അതിനെ സ്ട്രിങ് ആയിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, യൂസർ എന്ന് പറയുന്ന സ്ട്രിങ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടെ പോവാം. അപ്പൊ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. വിച്ച് ഒബ്ജക്ട് സ്റ്റോർസ് ഡേറ്റ ഫോർ എ സ്പെസിഫിക് യൂസർ സെഷൻ? ഏതാണ് സെഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ലേ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ. സ്പെസിഫിക് യൂസർ സെഷനിലെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then which syntax is used to retrieve session data? Session data retrieve ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്, സെഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓഫ് എന്ത് ചെയ്തു,
നമുക്കിപ്പോ ഏത് കീ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആ കീ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കോഡ്സിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അതല്ലേ നമ്മൾ എക്സാമ്പിളിൽ കണ്ടത്? യെസ്, എക്സാക്ട്ലി, ദാറ്റ്സ് വാട്ട് വി സോ ഹിയർ. ഓക്കെ, സോ ASP.NET ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കവർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയേഴ്സിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഓരോ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോക്കകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.